സാർ, ശബരിമലയിൽ പിണറായിക്ക് എന്താ കാര്യം? ശബരിമലയിൽ പിണറായത് പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്ന് പറയുന്ന പോലെ അല്ല. ശബരിമല എന്ന് പറയുന്ന ആധ്യാത്മിക കേന്ദ്രം മാത്രമല്ല, അത് ഭൗതികമായിട്ടുള്ള സ്വത്തുക്കളുടെ ഒരു കേദാരം കൂടിയാണ്, മഹാമണ്ഡലം കൂടിയാണ്. മണ്ഡലകാലം എന്ന് പറയുന്നത് അവിടെ മഹാമണ്ഡലകാലം ഉണ്ടാവുന്നത് ധനത്തിനും കൂടിയാണ്. ഭക്തരുടെ സംഭാവനകൾ ദക്ഷിണയായിട്ട് കുറേ കീഴ്ശാന്തി മേൽശാന്തി തന്ത്രിമാരൊക്കെ സ്വീകരിക്കാറുണ്ട്. അല്ലാതെ പെട്ടിയിൽ ധാരാളം ധനം വീഴും, സ്വർണം ഉൾപ്പെടെ. അവിടെ തീർച്ചയായിട്ടും ആധ്യാത്മികവാദികളായിട്ടുള്ളവർക്ക് മാത്രമല്ല, ഭൗതികവാദികളായിട്ടുള്ള ആൾക്കാർക്കും താല്പര്യം വരും. ഭൗതികവാദികളായിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ഈ ആധ്യാത്മികതയിലല്ല. നമുക്ക് ഓർമ്മയുണ്ടോ, പണ്ട് പിണറായി വിജയൻ വന്ന് സന്നിധാനത്ത് നിന്നുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. ആയിരിക്കുന്ന അതാണ് ഇവിടുത്തെ അയ്യപ്പൻ്റെ വിഗ്രഹം എന്നൊരു ചോദ്യം ചോദിച്ചു. ആണേ സന്നിധാനത്ത് നിന്നുകൊണ്ടാണ്. പുള്ളി ഇതുവരെ കണ്ടിട്ടില്ല. കൈ ചൂണ്ടരുതെന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്, താന്ത്രിക ശാസ്ത്രം പറയുന്നത്. ആ വിഗ്രഹത്തിന് നേരെ നിങ്ങളിങ്ങനെ ദർശനമാണ്. അത് കണ്ടിട്ട് പലരും ചോദിക്കും. അതും കൂടെ പറഞ്ഞു തീർക്കാം അതിൻ്റെ സംശയം. പലരും ഇങ്ങനെ അയ്യപ്പനെ ഇങ്ങനെ നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് കണ്ണടയ്ക്കുന്നു. നിങ്ങൾ കാണാനാണെങ്കിൽ പിന്നെന്തിനാ കണ്ണടയ്ക്കുന്നത്? പൊട്ടന്മാരായോണ്ട് ആ ചോദ്യം ചോദിക്കുന്നത്. ആ വിഗ്രഹം കണ്ട ആ വിഗ്രഹത്തിൻ്റെ ഒരു ഭാവന നമ്മുടെ മനസ്സിലുണ്ടാവുകയാണ്. ആ ഭാവന എന്ന് പറഞ്ഞാൽ അതാണ് ദർശനം എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് അതിനെ ആവാഹിച്ചെടുത്തുകൊണ്ട് അതിനെയാണ് ദർശനം എന്ന് പറയുന്നത്. മറ്റൊരു മതത്തിനും ആ പരിപാടിയില്ല. അതുകൊണ്ടായ സംശയം. ഇങ്ങനെ നോക്കിക്കൊണ്ട് പെൺപിള്ളാരെയൊക്കെ കാണുമ്പോൾ പൂവാലന്മാർ എന്ന് പറയുന്ന നാട്ടും പുറത്ത് പറയുന്ന പഞ്ചാരി അടിക്കുന്ന പോലെ നോക്കുക എന്നുള്ളതല്ല, സ്റ്റെയർ ചെയ്യുക എന്ന് പറയുന്ന പോലെ അല്ല. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു വിഗ്രഹത്തെ മനസ്സിലേക്ക് നമ്മൾ അങ്ങ് ആവാഹിച്ചെടുക്കുക. അതാണ് മനസ്സിലാവാത്തത്. ഇതുകൊണ്ട് അതാണ് ആധ്യാത്മിക ദർശനം എന്ന് പറയുന്നത്. അത് മനസ്സിലുണ്ടാവും, എപ്പോഴും പിഴയ്ക്കാതെ മനസ്സിലെ ഭക്തന്മാരുടെ മനസ്സിലുണ്ടാവും, വ്രതമെടുത്തു പോകുന്നവരുടെ മനസ്സിലുണ്ടാവും, മറ്റ് ശ്രദ്ധകളിലേക്ക് പോകുന്ന വ്യതിചലിക്കുന്ന ആൾക്കാരുടെ മനസ്സിലത് ഉണ്ടാവുകയില്ല. അതാണ് ദർശനം എന്ന് പറയുന്നത്. ശബരിമല ശാസ്താവിനെ കാണാൻ പോവുകയല്ല, ദർശിക്കാൻ പോവുകയാണ്. ദർശനമാണ് നമ്മൾ തൊഴാൻ പോകുന്ന പരിപാടിയുടെ പേര്. അപ്പോൾ ആ സംശയം ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതിലേക്ക് വന്നാൽ, ആയിരിക്കുന്ന ലവനാണോ ശബരി എന്നുള്ള മട്ടിൽ ഒരു ചോദ്യം ചോദിച്ചു. ഇവർക്കൊന്നും തീർത്ഥമൊന്നും വേണ്ടല്ലോ, അതിനെല്ലാം ഓരോ അർത്ഥങ്ങളുള്ള. തീർത്ഥം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിതൊന്നും കഴിക്കാറില്ലെന്നും പറഞ്ഞെടുത്ത് കള്ളൊക്കെ എടുത്ത് കളയുന്നത് പോലെ പണ്ടത്തെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ അവിടെ തള്ളി. എനിക്ക് തീർത്ഥം തരാതിരിക്കാൻ വേണ്ടി മറ്റൊരു മന്ത്രി എന്ത് ചെയ്തു? പുറകിൽ കയ്യും കെട്ടി ഇങ്ങനെ അശ്രീകരമാണ്. അമ്പലത്തിൻ്റെ മുമ്പിൽ പോയി അങ്ങനെ കെട്ടി നിൽക്കരുതെന്നാണ് പ്രമാണം. വിധേയനിലെ ആ വിധേയനുണ്ടല്ലോ, ആ മമ്മൂട്ടിയുടെ മുമ്പിൽ നിൽക്കുന്നു, ആ എം ആർ ഗോപകുമാർ പുറകിൽ കയ്യും കെട്ടി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതുപോലെ ചെന്ന് അമ്പലത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പാടില്ല. അവിടെ നിങ്ങൾ തത്വമസിയാണ്, നിങ്ങളും ദൈവവും എല്ലാം ഒന്നായി തീരുകയാണ്. മനസ്സിലായില്ലേ? അയ്യപ്പനെ നിങ്ങൾ ഉള്ളിൽ ഉൾക്കൊള്ളുന്നതോടുകൂടി നിങ്ങൾ അയ്യപ്പനായിട്ട് മാറിക്കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ വിശ്വാസ പ്രമാണം. ഇതൊക്കെ മനസ്സിലാക്കണേ. വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ വായിക്കണേ, എങ്കിൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാവൂ. അല്ലാതെ നിങ്ങൾ ഈ മദ്രസ പോയി പഠിച്ചാലും ശരി, അതുപോലെ തന്നെ നിങ്ങൾ മാർക്സിസ്റ്റ് ഡോക്ട്രൈനുകൾ പഠിച്ച് ഇൻഡോക്ട്രിനേറ്റ് ചെയ്യപ്പെട്ടാലും ഇതൊന്നും മനസ്സിലാവുകയില്ല. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം ഇതാണല്ലോ. പിണറായിക്ക് എന്താ കാര്യം? പിണറായി ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? തൻ്റെ പാർട്ടിയിലെ പ്രമുഖനായിട്ടുള്ള ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കുളക്കട, നമ്മുടെ ആർ ശ്രീകണ്ഠൻ നായരുടെ നാടാ, അവിടെ നാടാണ്ടിലുള്ള കൊട്ടാരക്കര, അദ്ദേഹം സ്ഥാനാർത്ഥിയാവുമെന്ന് പറയുന്നു. എന്താ തെരഞ്ഞെടുപ്പിൽ ഇനി കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ എന്ന് എനിക്കറിയാൻ വയ്യ. സ്ഥാനാർത്ഥി ആവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. എൻ വാസു, അതെ ഞാൻ പറഞ്ഞത്. വാസുവിന് പകരം ഇനിയും ശ്രീകണ്ഠൻ നായരെ കൊണ്ടുവരുമെന്നുള്ളതാണ് സംശയം. അപ്പോൾ ആ സ്ഥലത്ത് നിന്നുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ 25ാം വയസ്സിൽ MLA ആയിട്ടുള്ള പത്മകുമാർ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം, ഇപ്പോൾ കടന്നലത്ത് കിടപ്പുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ ആരോപണം വരെ CPM-നെ തകർക്കാനുള്ളതാണ്. ആ CPM-കാരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ അനന്തഗോപൻ അവിടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ടിരുന്നാൽ ഒരൊറ്റ ആരോപണം എന്ന് BJP-ക്കാരോ RSS-കാരോ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? കാരണം സത്യസന്ധന്മാർക്കെതിരെ ആരോപണം ഉണ്ടാവുകയില്ല. മനസ്സിലായി? സത്യസന്ധമായിട്ട് ഭരിക്കുന്നവർക്ക് നേരെ ഒരാരോപണവും ഒരിക്കലും ഉണ്ടാവുകയില്ലെന്നേ. അച്യുതമേനോനെതിരെ, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നല്ലോ അദ്ദേഹം, ഒരാരോപണം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയി, ഖുർഹാൻ മോഷ്ടിച്ചുകൊണ്ട് പോയി, ശബരിമലയിലെ പണം കൊള്ളയടിച്ചൊന്നും ഇന്ന് വരെ വന്നിട്ടുണ്ടോ? ഇനി വരാനും പോകുന്നില്ല. കാരണം 100% സത്യസന്ധനായിട്ടുള്ള സ്വന്തം മകൻ രാമൻകുട്ടിക്ക് റഷ്യയിൽ അഡ്മിഷൻ വേണമെന്ന് മകൻ പറഞ്ഞപ്പോൾ പോലും ഇല്ല, എൻ്റെ സ്വാധീനം ഞാൻ ഉപയോഗിക്കത്തില്ല,
നീ സ്വന്തം നിലയിൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരാളെ ശ്രീരാമചന്ദ്രനെ പോലെ ശുദ്ധനാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അതൊക്കെ പിണറായി വിജയൻ മകൾ പഠിച്ചത് അമൃതാനന്ദമായി മറ്റേ ദൈവമാ. അപ്പൊ ഇവർക്ക് പറ്റത്തില്ല അമൃതാനന്ദമായി. പക്ഷെ അവരുടെ പിന്നെ കോളേജിലാ മോള് പഠിച്ചത്, മോങ്ങ് ലണ്ടനില്. അതാണ് ബിനോയ് വിശ്വത്തിന്റെ മക്കൾ പഠിച്ചത് ലണ്ടനിൽ. ശിവൻകുട്ടിയുടെ മതി തന്നെ. അതെ അതെ, കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ വാങ്ങിച്ചത് തന്റെ പദവി ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതെല്ലാം നിഷേധിക്കാൻ പറ്റുന്നത്. അവർക്ക് കേരള വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. പിന്നെ എല്ലാത്തിനെയും പിന്നെ കേന്ദ്രത്തിനെ ഇങ്ങനെ അടിക്കടി കുറ്റപ്പെടുത്താം. കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ വാങ്ങിച്ചത് സ്വന്തം സ്വാധീനം ഉപയോഗിച്ചു. കേന്ദ്രം പഠിപ്പിക്കുന്ന RSസും BJP ആണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ അഡ്മിഷൻ വാങ്ങിക്കുന്നത്? മനസ്സിലാവാത്ത ആളുകളെ പറ്റിക്കുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പിന്നെ ഹിന്ദു വിരുദ്ധത സൃഷ്ടിക്കുക ഇവരുടെ എല്ലാം സൃഷ്ടിക്കും. ഈ ശബരിമലയിൽ ഇതെല്ലാം പണ്ട് ബാബർ എന്തിനാണ് ശ്രീരാമക്ഷേത്രം തകർത്തത്? ഹിന്ദുക്കളിലുള്ള ഹിന്ദുത്വത്തിലുള്ള വിശ്വാസമെല്ലാം നയിച്ച് എല്ലാത്തിനെയും ഇസ്ലാമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറയുന്ന പോലെ മൗദൂദിസത്തിനും ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ശ്രമം 2047 കേരളം മുഴുവൻ ഇസ്ലാമവൽക്കരിക്കുക എന്ന് പറയുന്ന ഞാനല്ല ഇത് പറഞ്ഞത്, VS അച്യുതാനന്ദൻ തന്നെ അതിന്റെ രേഖകൾ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ശീഘ്രം 2047 പകരം 2037 അത് കൊണ്ടുപോകാനാണോ ഇവരുടെ ശ്രമം എന്നുള്ളത് എനിക്കറിയാം. എന്തായാലും ആ വിധത്തിലുള്ള ശ്രമങ്ങളും കൂടെ ഉണ്ടാവുന്നതിന്റെ പിന്നിൽ ധനം മാത്രമല്ല രാഷ്ട്രീയവും കൂടെ ഉണ്ടാവാം, വർഗീയം കൂടെ ഉണ്ടാവാം. ഇതിന്റെ കൂടെ ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഇതിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്, അതിന്റെ വാസ്തവം വരട്ടെ. ഈ സ്വപ്നം കണ്ടതുപോലെ ആയിരിക്കുമോ? കാരണം ക്ലിഫ് ഹൗസിൽ പോയി സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ മുഖ്യന്റെ മറ്റേ CCTV അടിച്ചുപോയി. സ്വപ്നം കണ്ടിട്ടേ ഇല്ല, എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ 5-6 ദിവസം കഴിഞ്ഞപ്പോ ഫോട്ടോകളെല്ലാം പുറത്തു വന്നു. അതുപോലെ ആയിരിക്കും ഇനി പറയാൻ പറ്റില്ല. കാരണം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഇദ്ദേഹം സംസാരിക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വളരെ സൗഹാർദ്ദത്തോടുകൂടി പത്രക്കാരോട് പറയുന്ന പോലല്ല, കടക്കൂപുറത്ത് പറയുന്നില്ല. നിങ്ങളെ എത്ര നാളായടാ നീ പത്രപ്രവർത്തനം തുടങ്ങിയിട്ടെന്ന് ചോദിക്കുന്നില്ല. എടോ ഗോപാലകൃഷ്ണ എന്ന് ചോദിക്കുന്നില്ല. അങ്ങനെയൊന്നും ചോദിക്കാതെ വളരെ സൗഹാർദ്ദത്തിൽ രഹസ്യമായിട്ട് ചെവി ഇങ്ങനെ വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അവൻ ആരെയും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കീഴ്ശാന്തിയുടെ പരികർമ്മി. അവൻ ബ്രാഹ്മണനായതുകൊണ്ടാണോ അവനോട് ഇത്ര ആദരവ് കാണിക്കുന്നത്? ഉത്തരം പറയണം പിണറായി. ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല, മൗനിയായിട്ടിരിക്കുക. എന്താണ് ഈ മൗനത്തിന്റെ അർത്ഥം? മിണ്ടാതിരിക്കുന്ന ഒരു എസ്കേപ്പിസം. ശബരിമല. അതെ അതെ, അങ്ങനെ നമ്മൾ കണക്കാക്കണം. CPMന്റെ അന്നം ശബരിമല അല്ല, ശബരിമല വിറ്റ് കാശാക്കുകയാണ് CPM. അതാണ് എൻ്റെ വാദം. ശബരിമല എന്ന് പറയുന്ന ആധ്യാത്മികതയുടെ മഹാഗോപുരം വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ് CPM. അതിനിവരെ സഹായിക്കുന്ന സ്പോൺസർ എന്ന വ്യാജനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സൂര്യനെ ചുറ്റിയാണ് ഈ ഗ്രഹങ്ങളെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു സിനിമാ നടനും അതിനകത്ത് വന്നു വിട്ടിട്ടുണ്ട്. സ്റ്റാർ എന്നാണല്ലോ പറയുന്നത്. സ്റ്റാറുകൾ സാധാരണഗതിയിൽ ചലിക്കാറില്ല, സ്ഥിരമായിട്ട് നിൽക്കാറേ ഉള്ളൂ. ഗ്രഹങ്ങളാണ് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റാർ ചലിക്കുന്നുണ്ട്. ഒരു താരം ജയറാം വിദേശത്തേക്ക് പോകുന്നുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ദുബായിൽ പോകുന്നുണ്ട്. ഇദ്ദേഹം അതിനും അപ്പുറമുള്ള മാർക്കറ്റുകളുടെ ലഭ്യതയ്ക്ക് വേണ്ടിയാണോ പോയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ജയറാമിന്റെ ക്ഷമിക്കണം, ഞാനും ഒരു ജയറാം ആരാധകനാണ്. പക്ഷേ ഇന്ത്യൻ നീതിപീഠം പറയുന്നത്, ഇന്ത്യൻ ഭരണഘടന പറയുന്നത്, ഏത് ജയറാമായാലും ശബരിമല അയ്യപ്പനെ കൈവച്ചോ ഒരുത്തരെയും വെറുതെ വിടൂല. മുഖം നോക്കാതെ നടപടിയെടുക്കും. നിയമത്തിന്റെ മുമ്പിൽ ജയറാമെന്നല്ല, എല്ലാവരും ഒരുപോലെയാണ്. നമ്മളെല്ലാം സോഷ്യലിസ്റ്റുകളാണ്. നിയമത്തിന്റെ മുമ്പിൽ സോഷ്യലിസം വേണം. അതായത് എല്ലാവരെയും ഒരുപോലെ ആണ് നീതിപീഠം കാണേണ്ടത്. ആൾ ആർ ഈക്വൽ ബിഫോർ ദി ലോ. അത്രേ